നമ്മൾ വിശ്വാസത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാലും നമുക്ക് എന്താ പറയുക, ആ, പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മൾ ഓരോ പരമ്പരാഗതമായി ഓരോ കൾച്ചറിൽ ജീവിക്കുമ്പോൾ പരമ്പരാഗതമായി നമ്മൾ കേട്ടു വന്ന ഒരു വിശ്വാസത്തഴക്കവും പരമ്പരാഗതമായ പഴഞ്ചൊല്ലുകളുണ്ട്. അപ്പോൾ ഈ പഴഞ്ചൊല്ലുകൾ വിശ്വാസത്തിൽ വന്നാലും പലരും വിടില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴഞ്ചൊല്ലി ഞാനൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ ആ പഴഞ്ചൊല്ലി നമ്മൾ കേൾക്കുന്നത് രണ്ടൊത്ത മൂന്നൊക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും വായുകൊണ്ട് പറയും. നമ്മുടെ കാരണന്മാർ പറഞ്ഞു കേട്ടതായിരിക്കാം, കൂട്ടുകാർ പറഞ്ഞു കേട്ടായിരിക്കാം, ബന്ധുക്കൾ പറഞ്ഞായിരിക്കാം. അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ടൊത്ത മൂന്നൊക്കെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ വഴിയിൽ രണ്ടുപേരും മരിച്ചാൽ പറയും മൂന്നാമത് ഒരാളും കൂടി മരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടു വട്ടം ഒരു കാര്യം ഉണ്ടായത് മൂന്നാമത് അതിൻ്റെ വരും. രണ്ടു വട്ടം ഞാൻ ഒരു സ്ഥലത്തോട്ട് മറന്ന് രണ്ട് സ്ഥലത്തോട്ട് പോയി, ഇനി മൂന്നാമത് അങ്ങോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടു വട്ടം വിവാഹത്തിന് പെണ്ണ് കാണാൻ വന്നത് മൂന്നാമതും അത് ഒഴിഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന പല ചിന്തകളും നമുക്കുണ്ടാവാം. അപ്പോൾ ഈ ചിന്തകളിൽ പെട്ടു ഉഴലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതിനെതിരെ പ്രാർത്ഥിക്കണം. ഇത്രേ പറയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ രണ്ടൊത്ത മൂന്നൊക്കും എന്നുള്ള ഈ ഇപ്പോൾ നടന്ന ഈ കാര്യത്തെ യേശുവിൻ്റെ നാമത്തിൽ നിഹനിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു, അത് സംഭവിക്കരുത് എന്ന് നിങ്ങൾ ഒരു 3 വട്ടം പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുന്നു, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ ഈ വിശ്വാസം എൻ്റെ അകത്തുണ്ട്, പക്ഷേ ഇത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കരുതേ എന്ന് നിങ്ങൾ 3 വട്ടം പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുകയില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, ഏത് മതക്കാരാണെങ്കിലും. അപ്പോൾ ഇത് നിങ്ങളോട് ഞാൻ ഒരു പരീക്ഷിച്ച് നോക്കാൻ പറയുന്നതാണ്. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, യേശുനാമത്തിൽ ഞാൻ കേട്ട് വിശ്വസിച്ച പാരമ്പര്യമായ ഈ വിശ്വാസം, രണ്ടൊത്താൽ മൂന്നൊക്കും എന്നുള്ള ഈ വിശ്വാസം സംഭവിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചേക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ല. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. കാരണം ഇനിമേൽ മുറവിളിയോ ശാപമോ ഉണ്ടാവുകയില്ല എന്നാണ് വെളിപാടിൻ്റെ അവസാന അധ്യായത്തിൽ പറയുന്നത്. ഇനിമേൽ മുറവിളിയോ ശാപമോ മരണമോ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടാവുകയില്ല. അതാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ദൈവം അവസാനം നമുക്ക് വാഗ്ദാനം ചെയ്തത്. ഇതിൽ വിശ്വസിച്ചാൽ ശാപങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. നമ്മൾ തോറ്റുപോകുമെന്നുള്ള സ്ഥിരമായിട്ട് ഇന്ന ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഇനിമേൽ ശാപമോ ഇല്ല. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ പറയും ചൊവ്വാദോഷം. ഇതൊന്നും ക്രിസ്ത്യാനിക്ക് ബാധകമല്ല. ഇപ്പം നമ്മളുടെ പെന്തക്കോസ്തുകാരെ കുറിച്ച് ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യം ഇതാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഏതെങ്കിലും വീടുകളിൽ മരണം സംഭവിച്ചാൽ കത്തോലിക്കർ ഭൂരിഭാഗം ആ വീട് മേടിക്കാൻ ധൈര്യമുള്ളവരല്ല. കാരണം അവരുടെ വിശ്വാസം അത്രയേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പുണ്യാളന്മാരും ഒരു 20,000 പുണ്യാളന്മാരുണ്ടെങ്കിലും ഒരു തൂങ്ങി മരിച്ച വീട്, ഒരു ആക്സിഡൻറ്റ് നടന്ന വീടാണെന്ന് പറഞ്ഞാൽ കത്തോലിക്കർ അത് ദൈവത്തിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഓക്കെ, എന്നാൽ ശാപങ്ങളുടെ മുകളിൽ വിജയിച്ച് കുരിശിൽ വിജയമാടി എല്ലാ ശാപങ്ങളെയും തകർത്തെറിഞ്ഞ യേശുവിൽ വിശ്വാസമുള്ള ഒരു പെന്തക്കോസ്തുകാരൻ, അവൻ എന്തൊക്കെ മാതാവിൽ വിശ്വസിച്ചില്ല, പുണ്യാളനിൽ വിശ്വസിച്ചില്ല, അവന് കുർബാനയില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞാലും അവൻ ആ വീട് മേടിക്കുക, അവിടെ ദൈവത്തെ സ്തുതിക്കും, അവൻ ആ ശാപത്തിൻ്റെ മുകളിൽ ജീവിക്കാൻ ധൈര്യമുള്ളവനാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ക്രിസ്തുവിൽ അതേ ധൈര്യം അവർക്കുണ്ട്. ആ ഒരു വിശ്വാസം, ധൈര്യം മറ്റെല്ലാ മതക്കാരും പാഠമാക്കേണ്ടതാണ് ക്രിസ്തുവിൽ. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമം ഉരുവിടുമ്പോൾ ഈ പ്രപഞ്ച ശക്തികൾ, ഈ പരമ്പരാഗതമായ പഴഞ്ചൊല്ലുകളെ തകർക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് എപ്പോഴും ചെറിയ കാര്യത്തിനായാലും വലിയ കാര്യത്തിനായാലും, ഇപ്പോൾ ഞാനൊക്കെ പന്ത് കളിക്കാരനാണ്, എനിക്ക് പന്ത് കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 ഗോൾ അടിച്ചാൽ മൂന്നാമത് ഇപ്പോൾ എൻ്റെ ടീമിന് 2 ഗോൾ അടിച്ച് മൂന്നാമത് അടിക്കും എന്നുള്ള സ്ഥലത്ത് പോലും ഞാൻ പല പന്ത് കളി കാണുമ്പോൾ പോലും നിസ്സാര കാര്യത്തിന് പോലും യേശുവിൻ്റെ നാമം പറഞ്ഞിട്ട് അത് സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു നിസ്സാര കാര്യത്തിന് പോലും നിങ്ങളിത് ഉപയോഗിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും പറഞ്ഞാൽ അത് 2 ഒത്താൽ 3 ഒക്കുന്നുള്ളത് സംഭവിക്കില്ല. 2 ഒത്താൽ അത് കഴിയും, മൂന്നാമത് സംഭവിക്കില്ല. ഓക്കെ, അതുപോലെ എന്ത് കാര്യത്തിനും പല കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്ത് ചാടുമ്പോൾ പൂച്ച വിലങ്ങനെ ചാടിയ, കറുത്ത പൂച്ച ചാടി, അയ്യോ അപകടം ഉണ്ടാവും.
ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഉടനടി പറയുക, ഇത് യേശുനാമത്തിൽ സംഭവിക്കരുത്, പിന്നെ അത് സംഭവിക്കില്ല. അതുപോലെ എനിക്കൊക്കെ ആദ്യത്തെ മകനുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കൊക്കെ ആദ്യത്തെ മകനുണ്ടായപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. എനിക്ക് ആദ്യത്തെ മകനുണ്ടായപ്പോൾ അത്തത്തിലാണ് ജനിച്ചത്, ഹിന്ദു ഇത് പ്രകാരം അത്തത്തിലാണെന്ന് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു. അപ്പോൾ അത്തത്തിൽ ജനിച്ചാൽ അപ്പന് ദോഷമാണെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം ഞാൻ ആകെ പേടിച്ചു. അത്തത്തിൽ ജനിച്ചാൽ അപ്പന് ദോഷമാണല്ലോ ദൈവമേ. ഞാൻ പേടിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വരുന്നത് ആസ്പത്രിയിൽ നിന്ന്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട പലർക്കും അറിയാം. അപ്പോൾ എൻ്റെ കാറിൽ പെട്രോൾ തീർന്നു പോയി. ഞാൻ പെട്രോൾ അടിക്കാൻ നിന്നപ്പോൾ അവിടെ തൊട്ടടുത്ത ഒരാൾ നിന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടുന്ന് നിലവിളിച്ച് ഓളിയിട്ട് ഓടി വരുന്നു. അപ്പോൾ ഞാൻ എന്തേലും ചോദിച്ചു, എടാ നിൻ്റെ കാറിൻ്റെ അടിയിൽ പെട്രോൾ ടാങ്ക് ലീക്ക് ചെയ്യുന്നുണ്ട്, തൊട്ടിപ്പുറത്ത് ഒരാൾ സ്മോക്ക് ചെയ്യുന്നുണ്ട്, അയാളെങ്ങാനും സിഗരറ്റ് അടിയിലിട്ട് നീ കാറടക്കം പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ എൻ്റെ ആദ്യത്തെ മകൻ പ്രസവിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ അത്തത്തിൽ ജനിച്ചാൽ അപ്പന് ദോഷമാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനടി ഉണ്ടാവുന്ന കാര്യമാണ് ആദ്യത്തെ അറ്റാക്ക്. ആദ്യത്തെ ഇതാണ് അവിശ്വസിച്ചപ്പോൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റൗമ്മേ 4 സ്റ്റൗ ഉണ്ട്, നമ്മളുടെ ഇലക്ട്രിക് സ്റ്റൗ ആണ് 4 അതിൽ ചോറ് തിളപ്പിക്കാൻ വെച്ചു, ഒരെണ്ണത്തിൽ പപ്പടം വറുക്കാൻ വെച്ചു. അപ്പോൾ ചോറ് അടിച്ച് കഴിഞ്ഞപ്പോൾ ചോറ് കുക്കറിലുള്ളത് ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ആ പപ്പടം വറുത്ത് കഴിഞ്ഞ എണ്ണ ഉണ്ടായിരുന്നു, ആ എണ്ണ ഓഫ് ചെയ്തിട്ട് ഈ പപ്പടം വറുത്തത് ഈ ചോറ് അടിച്ച സ്റ്റൗമ്മയ്ക്ക് വെച്ചു. അപ്പോൾ അത് ചൂടായിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നു, അത് ഓഫാക്കാൻ മറന്നു പോയിരുന്നു ചോറിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് പപ്പടത്തിൻ്റെ ഇത് ഓഫ് ചെയ്ത് തിരിച്ച് ചൂടുള്ള ഇതിലേക്ക് തന്നെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ സെയിം സമയത്താണ് എൻ്റെ മകൻ പ്രസവിച്ച് കഴിഞ്ഞ് ആ ഡേയിൽ തന്നെ ഈ പെട്രോളിൻ്റെ സംഖ്യ ഉണ്ടായി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായതാണ്. ഇത് തിരിച്ച് അവിടെ വെച്ചപ്പോൾ പെട്ടെന്ന് അത് കത്തിപ്പിടിച്ചു. ഞാൻ ഓടി വന്നപ്പോൾ വീട്ടിൽ തീ. ഇന്നേ വരെ ഞാൻ തീ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് ആ തീ കണ്ട് നോക്കിയപ്പോൾ ഞാൻ ഒരു വെള്ളം എടുത്തിട്ട്, പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച ശേഷം ഈ ഒഴിച്ച വെള്ളത്തിൻ്റെ അതേ ഷേപ്പിൽ വലിയൊരു ഗൾഫ്, എന്താ പറയുക, എന്നെ വിഴുങ്ങാൻ പോകുന്ന പോലെ ഒരു നാവ്, തീനാവ് വന്നിട്ട് എൻ്റെ മുഖത്ത് കത്തി വെച്ച് ഇവിടുത്തെ മുടിയൊക്കെ കത്തിപ്പോയി. ഞാൻ പേടിച്ചു പോയി, എന്നെ തീ വിഴുങ്ങാൻ വരുന്ന പോലെ വന്നു. അങ്ങനെ ഈ ഇതെടുത്തിട്ട് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന പപ്പടത്തിൻ്റെ വെളിച്ചെണ്ണ ഇതെടുത്ത് ഞാൻ എൻ്റെ ലിവിങ് റൂമിലേക്ക് എറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലിവിങ് റൂമിൽ സോഫയൊക്കെ ഉണ്ട്, എല്ലാം കത്തിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഞാനൊരു ഫ്ലാറ്റിലായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി ഓടി അടിയിലേക്ക് ഓടിച്ചെന്ന് മുകളിൽ കത്തണത് നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ വീട് കത്തിണ്ടാവുന്നത്. ഭാഗ്യത്തിന് ആ വീണ സ്ഥലത്ത് മാത്രമേ കത്തിയുള്ളൂ, ബാക്കി സ്ഥലത്ത് കത്തിയില്ല. ഇത് അത്തത്തിൽ പിറന്നാൽ അപ്പന് ദോഷം എന്ന് വിശ്വസിച്ചുകൊണ്ടുണ്ടായതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ വന്ന്. അപ്പോൾ ആ 2006 തോന്നുന്നു ഇതുണ്ടായത്. അപ്പോൾ ആ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം തകർക്കാൻ തുടങ്ങി. എന്ത് കാര്യങ്ങളും ഈ പഴഞ്ചൊല്ലുകളെ യേശുവിൻ്റെ നാമത്തിൽ നിഗണിക്കാൻ തുടങ്ങി. പക്ഷേ അത് സക്സസ് ആയിട്ടുണ്ട് ഇന്നേ വരെയും. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പഴഞ്ചൊല്ലുകളെയും ഈ ഭൂമിയിലുള്ള എല്ലാ ഇതുകളെയും തകർക്കുന്നതാണ് യേശുവിൻ്റെ ഇത്. ശാപമോ മുറവിളിയോ ഉള്ളവിടത്ത് തകർക്കുന്നവനാണ് എൻ്റെ ദൈവം. ശാപവും മുറവിളിക്ക് കീഴ്പ്പെടുന്നവനല്ല. കാരണം എല്ലാ ശാപങ്ങളെയും കാൽവരി കുരിശിൽ വിജയം കൊണ്ടാടിയവനാണ് ക്രിസ്തു. മറ്റു മതങ്ങൾക്ക് അതില്ല. മറ്റു മതങ്ങൾക്ക് ശാപവും രാഹുകാലവും ഒക്കെ നോക്കിയിട്ടാണ് പോണത്. ഇതിന് പ്രത്യേകിച്ച് കാലങ്ങളൊന്നുമില്ല. ഈ കാലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കാലമാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവിടത്ത് വിജയമുള്ളതാണ്. അതിൻ്റെ രാഹുകാലമില്ല, അതിനൊരു കാലവുമില്ല. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.